അയ്യപ്പ തുടങ്ങാം. സ്ഥാപകായ ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. വചനാമൃതം, ശ്രീരാമകൃഷ്ണ വചനാമൃതം. നമ്മൾ ഇന്ന് ഭാഗം 17, 1-ാം അധ്യായം. അതായത് മാസ്റ്റർ മഹാശയൻ ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്ത് അവധിക്കാലം, അത് 5-ാം ദിവസമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇവിടെ ലൗകിക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കാമനയും വാസനയും, ഇത് രണ്ടുമാണ് ലൗകിക മനുഷ്യനെ, ആ മനുഷ്യ സ്വഭാവം, കാമനയും വാസനയും. അപ്പോൾ നമ്മുടെ ഭക്തി എന്നതും ഈ രണ്ടിനെ ആശ്രയിച്ചിരിക്കും. അതായത് ഈശ്വരനെ കാണുന്നതിന് അനുസരിച്ചാണ്. എങ്ങനെ കാണുന്നതിന്? കാമനയും വാസനയുമാകുന്ന ഒരു കണ്ണാടിയിലൂടെയാണ് നമ്മൾ ഈശ്വരനെയും കാണുന്നത്. കാരണം ലൗകിക മനുഷ്യൻ്റെ അടിസ്ഥാന ഭാവം എന്ന് പറയുന്നത് കാമനയും വാസനയുമാണ്. ഇതിന് രണ്ടിനും കീഴ്പ്പെട്ട അവസ്ഥയാണ്. അപ്പോൾ ഈശ്വരനെ കാണുന്നതും ഈ കാമനയാകുന്ന അല്ലെങ്കിൽ വാസനയാകുന്ന ഒരു കണ്ണാടിയിലൂടെയാണ് നമ്മൾ ഈശ്വരനെയും കാണുക. അപ്പോൾ ആ കണ്ണാടിയുടെ നിറം എന്താണോ ആ നിറമായിരിക്കും നമ്മുടെ സങ്കല്പത്തിലുള്ള ഈശ്വരൻ. അതാണ് അതിനകത്ത് വരുന്ന ഒരു കാര്യം. ഈ ലോകത്ത് ഏതൊരു വസ്തുവിനെയും കാണുന്നത് കാമനയ്ക്കും വാസനയ്ക്കും അനുസരിച്ചാണ് നമ്മുടെ ഒരു രീതി. എല്ലാ മനുഷ്യരുടെയും സ്വഭാവം അതാണ്. ഇനിയിപ്പോൾ ഈശ്വര സങ്കല്പം അല്ലെങ്കിൽ ഭക്തി എന്നുള്ളതല്ല, എന്തും കാമനയും വാസനയ്ക്കും അനുസരിച്ചാണ് നമ്മൾ ഇതിനെല്ലാം സമീപിക്കുന്നത്. നമ്മുടെ താല്പര്യങ്ങൾ ഇതിന് രണ്ടിനും അനുസരിച്ചാണ്. അല്ലാതെ വസ്തുവിൻ്റെ യാഥാർത്ഥ്യമായതെന്ത് എന്നുള്ളത് നമ്മൾ കാണുന്നില്ല. കാര്യം വസ്തുവിൻ്റെ യാഥാർത്ഥ്യാവസ്ഥയെ നമ്മിൽ നിന്ന് മറയ്ക്കപ്പെടുന്നുണ്ട് പലപ്പോഴും. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ കാണുന്നത് കാമനയും വാസനയുമായ കണ്ണാടിയിലൂടെയാണ്. അപ്പോൾ കാമനയിലൂടെയും വാസനയിലൂടെയും ഫിൽറ്റർ ചെയ്താണ് നമ്മൾ ഒരു വസ്തുവിനെ കാണുന്നത് അല്ലെങ്കിൽ ഒരു സാഹചര്യത്തെ സമീപിക്കുന്നത്. അപ്പം അതിൻ്റെ യാഥാർത്ഥ്യാവസ്ഥ അതാവണമെന്നില്ല. ഉദാഹരണമായിട്ട് ഇപ്പം നമ്മൾ കടപ്പുറത്ത് പോകുന്നു എന്ന് വിചാരിക്കുക. കടപ്പുറത്ത് നമ്മളൊരു ദിവസം വൈകുന്നേരം കടപ്പുറത്ത് പോവുകയാണ്. അപ്പോൾ കടപ്പുറത്ത് നമ്മൾ ഐസ്ക്രീം കച്ചവടക്കാരനെ കാണുന്നു, ബലൂൺ കച്ചവടക്കാരനെ കാണുന്നു, പിന്നെ കടപ്പുറത്തിൻ്റെ മറ്റ് കാഴ്ചകൾ കാണുന്നു, കടൽ കാണുന്നു, അസ്തമയ സൂര്യനെ കാണുന്നു, വൈകിട്ടാണെങ്കിൽ അസ്തമയ സൂര്യനെ കാണുന്നു. ഇതൊക്കെയാണ് നമ്മൾ കാണുന്ന കാഴ്ചകൾ. അപ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം ആലോചിക്കാം. ഈ ഐസ്ക്രീം കച്ചവടക്കാരനെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ കാമനയും വാസനയും അനുസരിച്ചാണ് നമ്മൾ ഐസ്ക്രീം കച്ചവടക്കാരനെ കാണുന്നത്.
അപ്പോൾ നമ്മുടെ കാമനയും വാസനയും അനുസരിച്ച് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന മോഹം എന്തായിരിക്കും, അല്ലെങ്കിൽ താല്പര്യം എന്തായിരിക്കും? നമുക്ക് ആ ഐസ്ക്രീം വാങ്ങി കഴിക്കണം എന്നുള്ളതാണ് നമ്മുടെ താല്പര്യം. എന്നാൽ ഒരു കൂമ്പാര അല്ലെങ്കിൽ ഒരു പെട്ടി നിറച്ച് ഐസ്ക്രീമുമായിട്ടാണ് ഈ ഐസ്ക്രീം കച്ചവടക്കാരൻ അവിടെ ഇരിക്കുന്നത്. അയാൾ ഇരിക്കുന്നത് ഇതേ കടപ്പുറത്താണ്. അയാൾ കാണുന്നതും ഇതേ കടപ്പുറമാണ്. അയാൾ കാണുന്നതും ഇതേ കടലാണ്. അയാൾ കാണുന്നതും ഇതേ സൂര്യനാണ്. അയാൾ കാണുന്ന എല്ലാ കാഴ്ചയും നമ്മളും കാണുന്നുണ്ട്. ഒരു വ്യത്യാസം മാത്രം, നമ്മൾ അയാളെ കാണുമ്പോൾ അയാളുടെ മുമ്പിലിരിക്കുന്ന പെട്ടി നിറച്ചുള്ള ഐസ്ക്രീം കാണുമ്പോൾ നമ്മുടെ ഉള്ളിലെ കാമന അല്ലെങ്കിൽ വാസനയനുസരിച്ച് അതിലൊരെണ്ണം നമുക്ക് കഴിച്ചാൽ കൊള്ളാം എന്ന മോഹമുണ്ടാകുന്നു. എന്നാൽ ഐസ്ക്രീം കച്ചവടക്കാരൻ്റെ മുമ്പിൽ അത്രയും ഐസ്ക്രീം അയാളുടെ കയ്യിലിരുന്നാൽ അയാളുടെ ഉള്ളിൽ ഒരിക്കലും ഒരു തോന്നൽ ഉണ്ടാകുന്നില്ല, ഈ ഐസ്ക്രീം ഒന്നും ആർക്കും കൊടുക്കണ്ട, എനിക്ക് തന്നെ കഴിക്കണമെന്ന്. അപ്പോൾ അയാളുടെ കാമനയും വാസനയും ഏതിലാണ്? ഐസ്ക്രീമിലല്ല. അതിൽ ഒരു ഐസ്ക്രീം മാത്രം നമ്മെ എത്രമാത്രം ആനന്ദിപ്പിക്കുന്നു എന്നൊന്ന് ആലോചിച്ച് നോക്കി. അയാളുടെ കയ്യിൽ 100 ഐസ്ക്രീം ഇത് കാണുമായിരിക്കാം. പക്ഷെ നമ്മെ അതിൽ ഒരു ഐസ്ക്രീം വാങ്ങിച്ച് കഴിക്കുമ്പോൾ ആ ഒരു ഐസ്ക്രീം നമ്മെ എത്രമാത്രം ആനന്ദിപ്പിക്കുന്നു. എന്നാൽ അയാൾ കാണുന്നത് ഈ ഐസ്ക്രീമിൻ്റെ ഗുണങ്ങളോ മധുരമോ അത് നമ്മെ ആനന്ദിപ്പിക്കുന്നതോ ഒന്നും അയാളുടെ മുന്നിൽ വരുന്നേയില്ല. അയാളുടെ കാഴ്ചപ്പാടിൽ അയാൾക്ക് മുന്നിലുള്ളത് അയാളുടെ ജീവിത ഭാരവും അയാളുടെ ബാധ്യതകളും അയാളുടെ സാമ്പത്തിക അവസ്ഥയുമൊക്കെയാണ് അയാളുടെ മുമ്പിൽ. രണ്ടുപേരും ഐസ്ക്രീമിൻ്റെ അപ്പുറം ഇരിക്കുന്ന ആളും ഇപ്പുറം ഇരിക്കുന്ന നമ്മളും ഒരേ ഐസ്ക്രീമിൻ്റെ മുൻവശത്ത് സമീപം നിൽക്കുമ്പോൾ 2 തരം വാസനകളും കാമനകളുമാണ് നമ്മിൽ 2 പേരിൽ, കച്ചവടക്കാരൻ്റെ മനസ്സിലും നമ്മുടെ മനസ്സിലും 2 തരമാണ്. അതുകൊണ്ട് തന്നെ ഈ ഐസ്ക്രീം ഒന്നും അയാളെ ആനന്ദിപ്പിക്കുന്നതേയില്ല. കാരണം അയാളെ ആനന്ദിപ്പിക്കുന്നത് ഈ ഐസ്ക്രീം അല്ല, അയാൾക്ക് വിറ്റ് കിട്ടിയാൽ കിട്ടുന്ന പണത്തിലാണ് അയാളുടെ ആനന്ദം. നമുക്ക് ആ ഐസ്ക്രീമിലാണ് ആനന്ദം. ആ ഒരു ഐസ്ക്രീമിൽ നമുക്ക് ഇത്രയും മാത്രം ആനന്ദമുണ്ടെങ്കിൽ ആ 100 ഐസ്ക്രീം കൊണ്ട് അയാൾക്ക് 100 ഇരട്ടി ആനന്ദമുണ്ടോ? ഇല്ല, അയാൾക്ക് ആ 100 ഇരട്ടി ആനന്ദമില്ല. ഇതാണ് വാസനയുടെയും കാമനയുടെയും കാഴ്ചപ്പാടിലൂടെ കാണുന്ന ഓരോ കാഴ്ചയും ഓരോരുത്തർക്കും അനുഭവേദ്യമാകുന്നു. ഇത് തന്നെയാണ് ബലൂൺ കച്ചവടക്കാരൻ്റെ കാര്യത്തിലും കടപ്പുറത്തുള്ള വർണ്ണമനോഹരമായ ബലൂണുകൾ അല്ലെങ്കിൽ ഹൈഡ്രജൻ നിറച്ച ബലൂണുകൾ ഇങ്ങനെ വായുവിൽ പറക്കുമ്പോൾ നമ്മൾക്കത് വലിയ ആനന്ദമാണ്. ആ ഒരു ബലൂൺ പോലും ആ ബലൂൺ കച്ചവടക്കാരനെ ആനന്ദിപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മൾ കടപ്പുറത്ത് കാണുന്ന ഏറ്റവും ആനന്ദകരമായ കാഴ്ച മാത്രമാണ് നമ്മൾ കടപ്പുറത്ത് ചെന്നപ്പോൾ, ഒരു സായാഹ്നം ചെലവിടാൻ നമ്മൾ കടപ്പുറത്ത് ചെന്നപ്പോൾ കണ്ട കാഴ്ചകളെല്ലാം ആനന്ദകരമാണ്, ആനന്ദമയമാണ്. ഈ ഐസ്ക്രീമും ഈ ബലൂണും അവിടെ കാണുന്ന കാഴ്ചകളും ഈ കടലും അസ്തമയവും എല്ലാം ആനന്ദം നിറയ്ക്കുകയാണ് നമ്മുടെ ഉള്ളിൽ. എന്നാൽ ഇത് ഈ ഐസ്ക്രീം കച്ചവടക്കാരനെയോ ബലൂൺ കച്ചവടക്കാരനെയോ ഈ കാഴ്ചകളൊന്നും ആനന്ദിപ്പിക്കുന്നതേയില്ല. ഇതാണ് ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ ഓരോ മനുഷ്യരിലും ഉണ്ടാകുന്ന കാമനയുടെയും വാസനയുടെയും
വ്യത്യാസങ്ങൾ. അതേപോലെ തന്നെ നമ്മൾ മറ്റൊരു ഉദാഹരണം എടുത്തു നോക്കാം. കടപ്പുറത്ത് മീൻ പിടിക്കാൻ പോകുന്ന ആ മീൻപിടുത്തക്കാരൻ, അയാൾ ദിവസവും തോണിയും കൊണ്ട് കടലിലേക്ക് പോകുന്നു. നമ്മൾ കടപ്പുറത്ത് നിന്നാണ് ഈ കാഴ്ച കാണുന്നത്, കടൽ കരയിൽ നിന്നാണ് നമ്മൾ ഈ കാഴ്ച കാണുന്നത്. കടൽ കരയിൽ നിന്ന് കാണുന്ന നമ്മൾ കടൽ കാണുമ്പോൾ ആനന്ദം കൊണ്ട് നിറയുകയാണ്. ആ തിരമാലകൾ കാണുമ്പോൾ ആ തിരമാലയിലൊന്ന് തൊടാൻ, ആ തിരമാല വന്ന് നമ്മുടെ പാദങ്ങളെ നനയ്ക്കുമ്പോൾ നമ്മൾക്ക് ആനന്ദമുണ്ടാകും. വീണ്ടും വീണ്ടും ആ കടപ്പുറത്തേക്ക് ചെല്ലാനുള്ള ഒരു അഭിവാഞ്ച നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, ആനന്ദമുണ്ടായിക്കൊണ്ടിരിക്കും. എന്നാൽ ഇതേ കടൽ മീൻ പിടിക്കാൻ പോകുന്ന ആളെ സംബന്ധിച്ചോ, അയാളെ ഇതൊന്നും ആനന്ദിപ്പിക്കുന്നില്ല. അയാളെ ആഴക്കടലിലിരിക്കുന്ന മത്സ്യസമ്പത്ത് മാത്രമാണ് അയാളെ ആനന്ദിപ്പിക്കുന്നത്. അപ്പോൾ അയാൾ കടപ്പുറം കാണുന്നത് എങ്ങനെ, നമ്മൾ കടപ്പുറം കാണുന്നത് എങ്ങനെ, കടൽ കാണുന്നത് എങ്ങനെ? ഇതെല്ലാം കാമനയുടെയും വാസനയുടെയും അടിസ്ഥാനത്തിലാണ് ഈ ഭൂമിയിലെ മുഴുവൻ കാഴ്ചകളും നമ്മൾ അനുഭവിക്കുന്നത്, ഓരോരുത്തരും. ശ്രീരാമകൃഷ്ണദേവൻ ഇവിടെ ഒരു സംഭവം, ഉദാഹരണമായി ഒരു സംഭവം പറയുന്നുണ്ട്. മധുർബാബു വഴിപാട് നേദിക്കാനായിട്ട് ഏൽപ്പിക്കും. മധുർബാബു കളീക്ഷേത്രത്തിൽ ഒരു വഴിപാട്, അത് പായസമാകാം അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും നേദ്യമാകാം, ഈ നേദ്യം ഏൽപ്പിക്കും, വഴിപാട് ഏൽപ്പിക്കും. പായസമാണെന്ന് വിചാരിക്കാം. മധുർനാഥ് വിശ്വാസ്, അദ്ദേഹമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഉടമ പോലും അദ്ദേഹമാണ്. എങ്കിലും അദ്ദേഹം വഴിപാട്, കാളിമാതാവിന് വഴിപാട് കഴിക്കുന്നത് ശ്രീരാമകൃഷ്ണദേവനാണ്. അപ്പോൾ ആ വഴിപാട് കഴിക്കുന്ന പൂജാരിയായിട്ടിരിക്കുന്നത്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവനെ ഏൽപ്പിക്കുകയാണ്, കാളിമാതാവിന് ഈ പായസം നിവേദിക്കണം. മധുർബാബു എന്തിനാണ് പായസം നിവേദിച്ചത്? കാളിമാതാവിനോടുള്ള ആ സ്നേഹം കൊണ്ട് കാളിമാതാവിന് നല്ലൊരു പായസം എനിക്കിന്ന് കൊടുക്കണം എന്ന് വിചാരിച്ചാണോ മധുർബാബു ശ്രീരാമകൃഷ്ണദേവനോട് പായസം നേദിക്കാൻ പറഞ്ഞത്? ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, മധുർബാബു എന്നെ പായസം ഏൽപ്പിച്ചത് കാളിമാതാവിന് കൊടുക്കുക എന്നാണ് പറഞ്ഞതെങ്കിലും ഉദ്ദേശം കാളിമാതാവിന് കഴിക്കുക എന്നുള്ളതല്ല. മധുർബാബുവിൻ്റെ ഒരു കേസുണ്ട്, ആ കേസ് ജയിക്കണം. ആ കേസ് ജയിക്കാൻ വേണ്ടിയിട്ടാണ് മധുർബാബു പായസം നേർന്നത്. അതായത് മധുർബാബു കാളിമാതാവിൻ്റെ ആനന്ദ സ്വരൂപം കാണുന്നതേയില്ല. എങ്ങനെയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ക്ഷേത്രത്തിൽ നമ്മുടെ ഇഷ്ടദേവനെ കാണുന്നതും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ ഈശ്വരൻ്റെ ആനന്ദ സ്വരൂപം കാണുന്നതേയില്ല. നമ്മൾ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഈശ്വരൻ്റെ ആനന്ദമയ സ്വരൂപം കാണുന്നതേയില്ല. സത്യം അതാണ്. നമ്മൾ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ ഉള്ളിലിരിക്കുന്ന കാമനയും വാസനയുമാണ്, ആ കാമനയും വാസനയുടെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ പ്രതിഷ്ഠയിലേക്ക് നോക്കുന്നത്, അല്ലെങ്കിൽ ശ്രീകോവിലിനകത്തേക്ക് നോക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഈശ്വര രൂപമാണ് കാണുന്നതെങ്കിലും, കണ്ണിൽ ആ ഈശ്വര രൂപമാണ് കാണുന്നതെങ്കിലും മനസ്സിൻ്റെ നമ്മുടെ പ്രാർത്ഥന, ഈശ്വര നീ എത്ര സുന്ദരനായിരിക്കുന്നു, ഈശ്വര നിൻ്റെ ആ പീലി തിരുമുടി എത്ര ഭംഗിയായിരിക്കുന്നു, ഈശ്വര നിൻ്റെ ആ ഉടുത്തിരിക്കുന്ന വസ്ത്രം എത്ര മനോഹരമായിരിക്കുന്നു, അല്ലെങ്കിൽ നീ എത്ര സുന്ദരനായിരിക്കുന്നു. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കാം? നമ്മൾ ഭഗവാനെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്നത് നമ്മുടേതായ കാമനയും വാസനയും അനുസരിച്ചുള്ള താല്പര്യങ്ങളാണ് നമ്മുടെ ഉള്ളിൽ വരുന്നത്. എന്നിട്ട് ആ കാമനയെയും വാസനയെയും നമ്മൾ ആ ഭഗവാന്റെ മുമ്പിൽ അങ്ങ് അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് മധുർബാബു ഇവിടെ ചെയ്യുന്നത്. പായസം നിവേദിക്കുമെങ്കിലും ഉദ്ദേശം കേസ് ജയിക്കുക, അല്ലാതെ കാളീരൂപമാകുന്ന ആ മായാരൂപത്തോടുള്ള ഇഷ്ടമല്ല, ആനന്ദ സ്വരൂപത്തോടുള്ള ഇഷ്ടമല്ല.
എന്നാൽ ഈ പായസം നിവേദിക്കുന്ന ശ്രീരാമകൃഷ്ണദേവനോ, ഈ പായസം നിവേദിക്കുന്ന ശ്രീരാമകൃഷ്ണദേവനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മുന്നിലിരിക്കുന്ന കാളീരൂപം സാക്ഷാൽ ചിന്മയമാണ്. കഴിഞ്ഞ തവണ നമ്മളത് പറഞ്ഞതാണ്. ശ്രീരാമകൃഷ്ണദേവൻ കാണുന്നത് ഈ പായസവും കാണുന്നില്ല, ഇതൊന്നും കാണുന്നില്ല, കാളി രൂപം ഒന്നും കാണുന്നില്ല. സർവ്വതും ചിന്മയം. ആ പടിക്കെട്ട് ചിന്മയം, ആ വാതിൽ ചിന്മയം, ഇരിക്കുന്ന പാത്രങ്ങളെല്ലാം ചിന്മയം, വിളക്ക് ചിന്മയം, സകലതും ചിന്മയം. മധുരബാബു കൊണ്ടു തന്ന പായസമാണെന്നോ അത് പായസത്തിന് ഇന്ന കാര്യം, അതൊന്നും ശ്രീരാമകൃഷ്ണദേവൻ്റെ പരിഗണനയിലേ വരുന്നില്ല. ഇതാണ് ഈശ്വരനെ കാണുന്ന ആ പ്രക്രിയയുടെ വ്യത്യാസം. അതായത് കാമനയും വാസനയും ഉള്ളിൽ വെച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ ഈശ്വരനെ സമീപിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യത്യാസം. ഇവിടെ ഭഗവാൻ ഈ അധ്യായത്തിൽ വൈകിട്ട് സിദ്ധേശ്വരി ക്ഷേത്രത്തിലേക്ക് പോകുന്നു. അവിടെ ഭഗവാൻ മറ്റൊരു കാഴ്ചയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. സിദ്ധേശ്വരി ക്ഷേത്രത്തിലേക്ക് വൈകുന്നേരം രാഖാല്, അത് 2-ാം അധ്യായത്തിലാണ് അത് വരുന്നത്. വൈകുന്നേരം രാഖാല് മാസ്റ്റർ മുതൽ പേരോടത്ത് ശ്രീരാമകൃഷ്ണദേവൻ വണ്ടിയിൽ കൽക്കത്തയിൽ സിദ്ധേശ്വരി ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. അപ്പം അവിടെ കാഴ്ച, ഇനി അവിടുത്തെ കാഴ്ചയുടെ വ്യത്യാസം എന്താണ്? അവിടെ ചെന്നപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ആ കാഴ്ച, അവിടെ ചെന്നപ്പോഴുള്ള ആ കാഴ്ചയെക്കുറിച്ച് ഇവിടെ മാസ്റ്റർ മഹാശയൻ നമുക്ക് വിവരിച്ചു തരികയാണ്. ശ്രീരാമകൃഷ്ണദേവൻ ആ കാഴ്ച മാസ്റ്റർ തൻ്റെ കൂടെ ഈ അവധിക്കാലത്ത് വന്നിരിക്കുന്ന സാധനാകാലത്ത് മാസ്റ്റർ മഹാശയന് നൽകുന്ന കാഴ്ചകളാണിത്. ഇപ്പം നേരത്തെ പറഞ്ഞ കാര്യവും ഇനി ഈ സിദ്ധേശ്വരി ക്ഷേത്രത്തിലെ കാഴ്ചയുമെല്ലാം മാസ്റ്റർ മഹാശയന് നൽകുന്ന പാഠമാണ്. അവിടെ എന്താണ്, സിദ്ധേശ്വരി ക്ഷേത്രത്തിൽ എന്താണ് ചെന്നപ്പോൾ ഇവർ കണ്ടത്? അവിടുത്തെ അമ്പലവാസികളും പൂജാരിമാരും ഒക്കെ ഇരുന്നിട്ട് അവിടെ ഇരുന്ന് ചില കളികളൊക്കെ കളിക്കുന്നു, ചീട്ട് കളിക്കുന്നു എന്നാണ് ഇതിനകത്ത് പറഞ്ഞത്. അത് നമുക്കും അറിയാം. നമ്മളിങ്ങനെ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നമ്മളും ഇപ്പോൾ ഇത്തരം കാഴ്ചകളൊക്കെ കാണുന്നുള്ളവരാണ്. നമ്മൾ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ ആ ക്ഷേത്രത്തിലേക്ക് നമ്മൾ പ്രവേശിച്ച് ഈശ്വരൻ്റെ ആ ശ്രീകോവിലിന് മുന്നിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ ഒരു കാഴ്ചയല്ല, അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ചല്ല ക്ഷേത്ര ജീവനക്കാരൻ്റെ കാഴ്ചപ്പാട്. അയാൾ അവിടെ എന്തായിരിക്കും ചെയ്യുക? നമ്മൾ ഒരു നോക്ക് കാണാൻ അതിനകത്തേക്ക് ക്യൂ നിന്നോ അല്ലെങ്കിൽ തള്ളി വളരെ ശ്രമിച്ച് എത്രയോ സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന സമയം ഉൾപ്പെടെയുള്ള ആ സമയം എടുത്ത് പണം വ്യയം ചെയ്ത് ഒരുപാട് ആഗ്രഹത്തോടുകൂടി നമ്മൾ ആ ക്ഷേത്ര അന്തരീക്ഷത്തിലേക്ക്, ആ ക്ഷേത്രത്തിനകത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നു, നമ്മൾ ഭഗവാനെ കാണുന്നു, നമ്മളങ്ങനെ ആ ആനന്ദമയ സ്വരൂപത്തെ കാണാനുള്ള നമ്മുടെ ആഗ്രഹം അങ്ങനെ ഇരിക്കട്ടെ. എന്നാൽ സ്ഥിരമായി ആ ക്ഷേത്രത്തിനകത്ത് സർവസമയവും എല്ലാ സമയവും ആ ആനന്ദമയമായ സ്വരൂപത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ക്ഷേത്ര ജീവനക്കാരനെ സംബന്ധിച്ച് ഇതൊന്നും ഒരു ബാധകമല്ല. അയാൾക്കിതൊന്നും ഒരു കാഴ്ചയേ അല്ല. അയാളുടെ കാഴ്ചപ്പാടിൽ ഇതിനകത്തിരിക്കുന്ന ആ ചിന്മയ സ്വരൂപമാണെന്നുള്ള ബോധമൊന്നും അയക്കില്ല. അതേസമയം ശ്രീരാമകൃഷ്ണദേവൻ ഇവിടെ ചെയ്തത് എന്താണ്? ശ്രീരാമകൃഷ്ണദേവൻ ആ സിദ്ധേശ്വരി ക്ഷേത്രത്തിൽ നിവേദിക്കാനായിട്ട് പഞ്ചസാരയും കരിക്കുമൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിരിക്കുകയാണ്. ഭഗവാൻ തന്നെയാണ് വന്നിരിക്കുന്നതെന്നും കൂടെ ഒന്ന് ആലോചിക്കണം. ആ സീക്വൻസിനെ നമ്മൾ അങ്ങനെ വേണം ഒന്ന് കാണാൻ. സാധാരണ ഒരു ഭക്തൻ ചെന്നതല്ല ഇവിടെ വിവരിക്കുന്നത്. സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് കരിക്കും പഞ്ചസാരയും നേദിക്കാനായിട്ട് സിദ്ധേശ്വരി ക്ഷേത്രത്തിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ ആ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ പൂജാരിയുടെ
കാഴ്ചപ്പാട് എന്താണ്? ഐസ്ക്രീം കച്ചവടക്കാരൻ്റെ, അതായത് കടപ്പുറത്ത് നമ്മൾ കണ്ട ഐസ്ക്രീം കച്ചവടക്കാരൻ്റെ അതേ അവസ്ഥ. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ രണ്ടും തമ്മിൽ? രണ്ടിടത്തും നമ്മെ ആനന്ദിപ്പിക്കുന്നത് അല്ല ആ പ്രിമിസിസിലിരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം. അയാൾക്ക് അതൊന്നും ആനന്ദമല്ല, അയാൾക്ക് ആ ചിന്മയ രൂപം ആനന്ദമല്ല, അയാൾക്ക് ആ അന്തരീക്ഷം ആനന്ദകരമല്ല. കാരണം അത് അയാളുടെ ഒരു ഔദ്യോഗിക മേഖല മാത്രമായിട്ടാണ് അയാൾ കാണുന്നത്. അയാളെ ആനന്ദിപ്പിക്കുന്നത് ഒരുപക്ഷെ അവിടെ നിന്ന് കിട്ടുന്ന അയാളുടെ വരുമാനത്തിൻ്റെ അളവ് ആയിരിക്കും. നമ്മൾ വളരെ വ്രതമെടുത്തോ അല്ലെങ്കിൽ ഭയഭക്തിയോടുകൂടിയോ അല്ലെങ്കിൽ അങ്ങേയറ്റത്തെ അർപ്പണ മനോഭാവത്തോടു കൂടിയോ സാക്ഷാൽ ഈശ്വരനെ മുന്നിൽ കാണുന്നു, ഭൂലോക വൈകുണ്ഠമാണ് എന്ന സങ്കല്പത്തിൽ നമ്മളവിടെ ചൊല്ലുന്നു. ആ ഭൂലോക വൈകുണ്ഠം തന്നെ നമുക്ക് അനുഭവേദ്യമാകുന്നു. അത്രയും ചിന്മയമായ ഒരവസ്ഥയിൽ ഒരു ഭക്തൻ്റെ മാനസികാവസ്ഥയിലായിരിക്കണമെന്നില്ല അവിടെ ഇരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം, ആ ക്ഷേത്ര ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം. അവർക്ക് ആ ചിന്മയ സ്വരൂപം കണ്ട് ആനന്ദിക്കാനാവില്ല. കാരണം ഇവിടെ നമ്മളും അവരുമെല്ലാം ഒരേ അടിസ്ഥാനമാണ്. നമുക്ക് രണ്ടുപേർക്കും ഉള്ളത് ഒരടിസ്ഥാനമാണ്. എന്താണ്? കാമനയും വാസനയും. നമ്മുടെ കാമനയും വാസനയും അനുസരിച്ച് നമ്മൾ ആ ക്ഷേത്രത്തിലെ ചിന്മയ രൂപത്തെ കാണുന്നു. ക്ഷേത്ര പൂജാരിയുടെയോ ക്ഷേത്ര ജീവനക്കാരൻ്റെയോ കാമന വാസനകൾക്കനുസരിച്ച് അവർ ആ ക്ഷേത്രത്തെ കാണുന്നു. രണ്ടും കാമന വാസനകൾക്കനുസരിച്ചാണ്. ശ്രീരാമകൃഷ്ണദേവൻ സിദ്ധേശ്വരി ക്ഷേത്രത്തിൽ നിന്ന് പിന്നീട് നേരെ യദുമല്ലികൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ മറ്റൊരു പാഠം മാസ്റ്റർ മഹാശയന് നൽകുകയാണ്. യദുമല്ലികൻ്റെ വീട്ടിൽ വന്നപ്പോൾ മറ്റൊരു പാഠം നൽകുന്നു. എന്താണത്? അവിടെ ഏമാന്മാരെ, അവിടുത്തെ പാഠം ഇതാണ്: ഏമാന്മാരെ സന്തോഷിപ്പിക്കലാണ് എല്ലാവരുടെയും ലക്ഷ്യം. ഏമാന്മാരെന്ന് പറയുമ്പോൾ നമ്മെ നിയന്ത്രിക്കാനും അല്ലെങ്കിൽ നമുക്ക് വേണ്ട നമ്മെ ഭരിക്കാനും അല്ലെങ്കിൽ നമ്മുടെ തൊഴിൽദാതാവോ ഒക്കെ ആകാം, ഡയറക്ടറാകാം, സൂപ്പർവൈസറാകാം. അതായത് നമ്മൾക്ക് സാമ്പത്തികം നൽകാൻ പര്യാപ്തമായ തരത്തിൽ പ്രവർത്തിക്കുന്ന ആരുമാകാം. അപ്പം നമ്മുടെ സാറന്മാർ എന്നങ്ങ് വിചാരിച്ചാൽ മതി. അപ്പോൾ എല്ലാവരുടെയും ലക്ഷ്യം എന്തായിരിക്കും? ഏമാനെ വേണ്ട രീതിയിൽ സന്തോഷിപ്പിച്ചാൽ എപ്പോഴെങ്കിലുമൊക്കെ എനിക്കൊരു ഗുണം കിട്ടും. ഇതാണ് സർവരുടെയും മാനസികാവസ്ഥ. അതിപ്പോൾ നമ്മൾ രാഷ്ട്രീയത്തിലായാലും അല്ലെങ്കിൽ കലാരംഗത്തായാലും ഏത് രംഗമെടുത്താലും, ഇപ്പോൾ നമ്മുടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ മന്ത്രിമാർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ മന്ത്രിമാർക്ക് സന്തോഷം വരുന്ന തരത്തിൽ നമ്മൾ പ്രവർത്തിച്ചാൽ നമ്മൾ ലക്ഷ്യമാക്കുന്ന ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ ചെയ്യേണ്ടത് മന്ത്രിമാരെ സന്തോഷിപ്പിക്കുക. അതായത് സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ട രീതിയിൽ അവരുടെ മുന്നിൽ നമ്മൾ വേണ്ട കാര്യങ്ങൾ ചെയ്യുക, അവരെ സന്തോഷിപ്പിക്കുക, അവരോട് അവർക്ക് അപ്രിയം തോന്നാത്ത കാര്യങ്ങൾ ചെയ്യുക. അതാണ് അവർക്ക് ഇഷ്ടം തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ അപ്രിയം സമ്പാദിക്കാതിരിക്കുക. ഇത് തന്നെയാണ് മേലുദ്യോഗസ്ഥൻ്റെ കാര്യത്തിൽ. നമ്മുടെ ജോലി ഭംഗിയായി പോകണം, നമുക്ക് അനവസരത്തിൽ ട്രാൻസ്ഫർ ഒന്നും വന്ന് നമ്മളെ ബുദ്ധിമുട്ടിക്കരുത്, നിലവിലിരിക്കുന്ന ജോലി ഭംഗിയായിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റണം, വേണ്ട സമയത്ത് പ്രൊമോഷൻ കിട്ടണം, അല്ലെങ്കിൽ എൻ്റെ ശമ്പള വർധന ഉണ്ടാകണം. അപ്പോൾ ഇതിനൊക്കെ ഞാൻ എൻ്റെ മേലുദ്യോഗസ്ഥനെ സന്തോഷിപ്പിക്കണം.
അപ്പോൾ ഇതാണ് ഒരു വ്യവഹാരത്തിൽ ഓരോ മനുഷ്യരും ഇടപെടുന്ന രീതി. അപ്പോൾ ഇവിടെ യദുമല്ലികന്റെ അവിടെ വന്നപ്പോൾ ഇത് ഗുണം കിട്ടും എന്ന പ്രതീക്ഷ എന്താണ് എന്നുള്ളത് നോക്കാം. അതായത് മുഖസ്തുതിക്കാരാണ് അവിടെ. മുഖസ്തുതിക്കാരെ കുറിച്ചാണ് അവിടെ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞത്. അതായത് യദുമല്ലികന്റെ വീട്ടിൽ ചെന്നപ്പോൾ കുറേ ശിങ്കിടിമാരൊക്കെ അവിടെ കൂടി നിൽപ്പുണ്ട്. അപ്പം അവർ ചെയ്യുന്നത് എന്താണ്? യദുമല്ലികന്റെ അടുത്ത് വന്നിട്ട് അവർ ശ്രീരാമകൃഷ്ണദേവനോട് കുശല പ്രശ്നം ചെയ്യുന്നു. അപ്പോൾ യദുമല്ലികൻ തന്നെ പറയുന്നുണ്ട്, ശ്രീരാമകൃഷ്ണദേവനോട് പറയുകയാണ്, അങ്ങ് അവരെ എല്ലാം കരകയറ്റും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് അവരൊക്കെ വന്നിങ്ങനെ വന്നിക്കുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും. അങ്ങ് അനേകം വേഷക്കാരാണ് അവിടെ വന്നിരിക്കുന്നത്, പലതരത്തിൽ അഭിനയിക്കുന്ന ആളുകൾ, അതായത് പ്രീതിപ്പെടുത്താൻ പലതരത്തിൽ അഭിനയിക്കുന്ന ആളുകൾ. അപ്പോൾ അതിനാണ് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞത്, ഏമാൻ പണം വാരിക്കൊടുക്കുമെന്നാണ് മുഖസ്തുതിക്കാരെല്ലാം വിചാരിക്കുന്നത്. എന്നാലോ ഈ ഏമാൻ വളരെ ബുദ്ധിമാനാണ്. വളരെ പ്രയാസമാണ് ഈ ഏമാൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടുക എന്നുള്ളത്. കാര്യം ഏമാൻ ഈ കളിയൊക്കെ അറിയാം. അപ്പോൾ ഇതാണ് യദുമല്ലികൻ്റെ അവിടെ വന്നിട്ടുള്ള ആ ഒരു സന്ദർഭത്തിൽ മാസ്റ്റർക്ക് ലഭ്യമായ ഒരു കാഴ്ച. ഇതൊക്കെ ഓരോ പാഠങ്ങളായിട്ടാണ്. അവിടുന്ന് ഇത് ആ ദിവസം അങ്ങനെ ആ യാത്രയും ആ ദിവസങ്ങളും അന്ന് അവസാനിക്കുക. 5-ാം ദിവസം അവിടെ അവസാനിക്കുക. അടുത്ത ദിവസം 6-ാം ദിവസം. അപ്പോൾ ഇനി അടുത്ത പാഠം എന്താണ്? അടുത്ത ദിവസത്തെ പാഠം എന്താണ്? 6-ാം ദിവസം, അതായത് ഡിസംബർ 19 ബുധനാഴ്ച. മറ്റേത് 18-ാം തീയതി ആയിരുന്നു. നേരത്തെ ഈ 1-ാം ഭാഗത്ത് നമ്മൾ കണ്ടത് 18-ാം തീയതി ചൊവ്വാഴ്ചയാണ്. ഇത് 19-ാം തീയതി ബുധനാഴ്ച. ഓരോ ദിവസം ഓരോ പാഠങ്ങളാണ് ഭഗവാന് മാസ്റ്റർ മഹാശയന് ലഭിക്കുന്നത്. ഇവിടെ ഇത് കുറച്ച് നല്ല മാസ്റ്റർ മഹാശയനെ സംബന്ധിച്ച് ഇപ്പം തൊട്ട് മുമ്പ് കണ്ട ഇതിൽ നിന്ന് പറഞ്ഞാൽ ലൗകികമായ അവസ്ഥയിലുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ ഭഗവാൻ കാണിച്ചു കൊടുത്തത്. തികച്ചും ലൗകികമാണ്. ഈ നമ്മൾ ഈ 5-ാം ദിവസം മാസ്റ്റർ മഹാശയൻ അഭിമുഖീകരിച്ച എല്ലാ കാര്യങ്ങളും തികച്ചും ലൗകികമായ കാര്യങ്ങളാണ്. അതാണ് കാമനയുടെയും വാസനയുടെയും കാര്യം പറയാൻ കാരണം. എന്നാൽ 6-ാം ദിവസം ആകുമ്പോൾ സംഗതി മാറി. 6-ാം ദിവസത്തിൽ കുറെ കൂടെ ആധ്യാത്മികമായ പാഠമാണ് ഭഗവാൻ മാസ്റ്റർ മഹാശയന് നൽകുന്നത്. അവിടെ എന്താണ്? ഇവിടെ വളരെ ഈ ഭാഗം 6-ാം അധ്യായത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗം എന്ന് പറയുന്നത് ശ്രീരാമകൃഷ്ണദേവൻ രാമാവതാരത്തെക്കുറിച്ച് മാസ്റ്റർ മഹാശയനോട് സംസാരിക്കുകയാണ്. രാമാവതാരത്തെക്കുറിച്ച് അവിടെ മാസ്റ്റർ ഈ രാമാവതാരത്തെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ട് ഇവിടെ മാസ്റ്റർ തന്നെ എഴുതിയിരിക്കുന്നതാണ്, മാസ്റ്റർ സ്തംഭിച്ച് മരം പോലെ നിന്നുപോയി. രാമാവതാരത്തെ കുറിച്ചുള്ള ആ രാമാവതാരം എന്താണ് എന്നുള്ള പുതിയ ഒരു ഉൾക്കാഴ്ച മാസ്റ്റർ മഹാശയന് ലഭിക്കുകയാണ്. കാര്യം പുസ്തകങ്ങളിൽ നിന്നോ മറ്റു വായനകളിൽ നിന്നോ പുരാണ പാരായണത്തിൽ നിന്നോ ഒന്നും ലഭിച്ച ഒരു അറിവേ ആയിരുന്നില്ല മാസ്റ്റർ മഹാശയൻ. അതുകൊണ്ടാണ് സ്തംഭിച്ച്, അതായത് മാസ്റ്റർ മഹാശയൻ ധരിച്ചിരുന്നതേ അല്ല രാമാവതാരത്തെക്കുറിച്ച് മാസ്റ്റർ മഹാശയൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ധാരണയേ അല്ല ഭഗവാൻ അവിടെ മാസ്റ്റർ മഹാശയന് മുമ്പിൽ കാണിച്ചു കൊടുത്തത്. എന്തായിരുന്നു അവിടെ പറ്റിയത്? ഇവിടെ രാമനെ വച്ച് എന്തൊക്കെ ചർച്ചയാണ് സാധാരണഗതിയിൽ നമ്മൾ ശ്രീരാമ അവതാരത്തെക്കുറിച്ച് നമ്മൾ ഈ സാഹചര്യത്തിൽ
നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. മാസ്റ്റർ സ്തംഭിച്ച് മരം പോലെ നിന്നു എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. എന്തുകൊണ്ട് മാസ്റ്ററെ ആ സ്തംഭനാവസ്ഥയിലേക്ക് എത്തിച്ചു എന്നുള്ളത് നമുക്കും ബാധകമാണ്. നമ്മളും ഈ സത്യം തിരിച്ചറിയുമ്പോൾ നമ്മളും മാസ്റ്റർക്ക് സംഭവിച്ച പോലെ രാമാവതാരത്തെക്കുറിച്ച് അറിഞ്ഞ് നമ്മളും സ്തംഭിച്ചു. നമ്മളും ആ സ്തംഭനാവസ്ഥയിലെത്തും. കാരണം രാമാവതാരത്തെ വെച്ച് ഇന്ന് നമ്മൾ നേരിടുന്ന ചർച്ചകൾ എന്താണെന്ന് മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി. മാസ്റ്റർക്കും അതൊക്കെ തന്നെ ആയിരുന്നിരിക്കാം അന്നത്തെ ആ സോക്കോൾഡ് വിദ്യാഭ്യാസത്തിൽ നിന്ന് കിട്ടിയതിൻ്റെ ഭാഗം. ഈ രാമാവതാരത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് രാമാവതാരമാണ്. കാരണം ശ്രീരാമനെ സംബന്ധിച്ച് ശ്രീകൃഷ്ണനെ അവതാരത്തെ പോലെയോ അതിനു മുമ്പുള്ള അവതാരങ്ങളെ പോലെയോ അല്ല, സമ്പൂർണമായ ഒരു മനുഷ്യ അവതാരത്തിൻ്റെ എല്ലാ ഘടനകളിലൂടെയും കടന്നു പോകുന്നൊരു അവസ്ഥയാണ് രാമാവതാരത്തിനുണ്ടായത്. നമ്മൾ പലപ്പോഴും ഇത് മുമ്പും രാമാവതാരം വചനാമൃതത്തിൻ്റെ പല ഭാഗങ്ങളിൽ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. എന്നാലും ഇവിടെ ഭഗവാൻ കുറെ കൂടെ വ്യത്യസ്തമായ രീതിയിൽ രാമാവതാരത്തെ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. എന്താണ് അവിടെ നോക്കൂ, അവിടെ പറഞ്ഞു തുടങ്ങിയ എന്താണ്? രാമ അവതാരത്തെക്കുറിച്ച് ഇവിടെ പറയുന്നത് വസിഷ്ഠൻ പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ചാണ്. വസിഷ്ഠൻ പറഞ്ഞ ഒരു കാര്യമാണ് ഇവിടെ സംസാരത്തിൽ വരുന്നത്, സംഭാഷണത്തിന് തുടക്കമിടുന്നത്. വസിഷ്ഠൻ പറഞ്ഞ ഒരു വിഷയം ആണ് ശ്രീരാമകൃഷ്ണദേവൻ മുന്നോട്ട് വെക്കുന്നത്. എന്താണ് വസിഷ്ഠൻ പറഞ്ഞത്? ഈശ്വരനും സംസാരവും രണ്ടാണെങ്കിൽ, വസിഷ്ഠൻ പറഞ്ഞതാണ്, ഈശ്വരനും സംസാരവും രണ്ടാണെങ്കിൽ, വസിഷ്ഠൻ രാമനോടാണ് സംസാരിക്കുന്നത്. വസിഷ്ഠൻ രാമനോടാണ് സംസാരിക്കുന്നത്. സംസാരിക്കാനുള്ള കാരണം നമ്മൾ മുൻ അധ്യായങ്ങളിൽ ഇതേ ഭാഗം, ഇതേ സന്ദർഭം വിവരിച്ചതാണ്. അതായത് രാമൻ അയോധ്യ വിട്ട് കാട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു, കാനനവാസത്തിന് പോകാൻ തയ്യാറെടുക്കുന്നു. ആ കാനനവാസത്തിന് പോകുന്ന രാമൻ്റെ അടുത്ത് വസിഷ്ഠൻ സംസാരിക്കുന്നതാണിത്. എന്താണ് രാമൻ്റെ അടുത്ത് വസിഷ്ഠൻ ഇവിടെ പറഞ്ഞത്? ഈശ്വരനും സംസാരവും രണ്ടാണെങ്കിൽ രാമ, നീ ഈ സംസാരം ഉപേക്ഷിക്കൂ. വളരെ ബുദ്ധിപൂർവമുള്ളൊരു സ്റ്റേറ്റ്മെൻ്റാണ് വസിഷ്ഠൻ രാമനോട് പറഞ്ഞത്. രാമനോട് എന്താണ് പറഞ്ഞത്? രാമ, ഈശ്വരനും സംസാരവും രണ്ടാണെങ്കിൽ നീ ഈ സംസാരം ഉപേക്ഷിക്കും. അതായത് വസിഷ്ഠൻ, നമ്മൾ ഇതിനു മുമ്പുള്ള അധ്യായത്തിൽ ഇത് പറഞ്ഞാണ്, വസിഷ്ഠൻ രാമനോട് പറഞ്ഞത് എന്താ? ആ അധ്യായത്തിൽ പറഞ്ഞത് തന്നെയാണ് ഇവിടെ വേറൊരു രൂപത്തിൽ ആവർത്തിച്ചത്. ആ അധ്യായത്തിൽ പറഞ്ഞ എന്താണ്? രാമ, നിനക്കൊരിക്കലും കാനനവാസത്തിന് പോകാൻ പറ്റില്ല. നിനക്ക് കാനനവാസം 12 കാലം കാനനവാസത്തിൽ കാട്ടിലേക്ക് പോകണം എന്നുള്ള നിന്റെ ആ തീരുമാനം നടപ്പിലാവില്ല. കാരണം ഈശ്വരനെ സംബന്ധിച്ച് കാടും നാടുമില്ല, രണ്ടും ഒന്നല്ലേ. അതാണ് വസിഷ്ഠൻ ചോദിച്ചത്. സംസാരവും ഈശ്വരനും രണ്ടാണെങ്കിൽ, സംസാരി ആയിരിക്കുമ്പോഴാണ് കാടെന്നും കൊട്ടാരമെന്നുള്ള വ്യത്യാസമുള്ളൂ. ഈശ്വരന് സംസാരി അല്ല, കാട് കൊട്ടാരം എന്നുള്ള സംസാരത്തിലുള്ള അവസ്ഥ ഈശ്വരനെ സംബന്ധിച്ചില്ല. അപ്പം പിന്നെ കാട്ടിലേക്ക് പോവുക എന്നുള്ളതിൽ അർത്ഥമില്ലാത്തൊരു യാത്രയാണ്. അപ്പോഴെന്തിനു പോകണം എന്നുള്ളതാണ് വസിഷ്ഠൻ ആ പോക്കിനെ തടയാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. അപ്പം എന്തിനാണ് ഈ സംസാരം ഉപേക്ഷിക്കുന്നത് എന്നാണ് വസിഷ്ഠൻ അവിടെ ചോദിക്കുന്നത്. അപ്പോൾ സംസാരം എന്ന് പറയുന്നത് ഈശ്വരനിൽ നിന്ന് ഭിന്നമല്ല എന്ന വസിഷ്ഠൻ്റെ വാദഗതിയാണത്. അതുകൊണ്ട് കാടായാലും കൊട്ടാരമായാലും ഒന്ന് തന്നെ, രണ്ടല്ല. അതുകൊണ്ട് കാട്ടിൽ പോകേണ്ട ആവശ്യമില്ല, കൊട്ടാരത്തിൽ തന്നെ തുടരുക. ഇതാണ് വസിഷ്ഠൻ്റെ ആർഗ്യുമെന്റ്. ഇപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാലോ, ഗൃഹത്തിൽ
നമ്മെ സംബന്ധിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ഒരു ലൗകിക മനുഷ്യൻ്റെ ചില അവസ്ഥകളെ നമുക്ക് ഈ വസിഷ്ഠൻ പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് നമ്മുടെ ലൗകിക മനുഷ്യൻ്റെ ചില അവസ്ഥകളെ നമ്മളൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം. എങ്ങനെയാണ് നോക്കുന്നത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ഒരു സാഹചര്യത്തെ, അല്ലെങ്കിൽ മനുഷ്യരുടെ ഒരു സാഹചര്യത്തെ, ഗൃഹത്തിൽ താമസിക്കുന്നു. നമ്മളൊരു ഗൃഹത്തിലാണ് താമസിക്കുന്നത്. ഗൃഹത്തിൽ താമസിക്കവേ കാനനത്തിൻ്റെ അനുഭവം നമുക്കുണ്ടാകുന്നു. നമ്മൾ താമസിക്കുന്നത് ഗൃഹത്തിലാണ്, പക്ഷെ നമ്മുടെ അനുഭവതലം മുഴുവൻ ഒരു കാനനത്തിൽ താമസിക്കുന്ന അവസ്ഥയാണ്. അങ്ങനെ ഒരു ഗൃഹവാസം ഇല്ലേ നമുക്ക്? അതേപോലെ കാനനത്തിൽ വസിക്കുന്നു. അപ്പോൾ ഗൃഹത്തിൻ്റെ അനുഭവം ഉണ്ടാകും. കാനനത്തിൽ വസിച്ച് ഗൃഹത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്ന സാഹചര്യവുമുണ്ട്. ഗൃഹത്തിൽ വസിക്കുമ്പോൾ കാനനത്തിൽ വസിക്കുന്നതിന് സമാനമായ അനുഭവം ഉണ്ടാകും. യഥാർത്ഥത്തിൽ പുറമേയുള്ള ഒരു ദൃശ്യപരതയിൽ മാത്രമേ ഇതിൽ വ്യത്യാസമുള്ളൂ. ഉള്ളിലെല്ലാം ഒന്ന് തന്നെ എന്ന ഒരു സങ്കല്പമാണ് ഇവിടെ വരുന്നത്. ഉള്ളിൽ ഇതെല്ലാം ഒന്ന് തന്നെയാണ്. പുറമെ കാഴ്ചയിൽ ഇത് രണ്ടാണ് എന്ന് നമുക്ക് തോന്നുന്നു എന്ന് മാത്രം. ഇനി മാസ്റ്റർ സ്തംഭിക്കാൻ അടുത്ത ഒരു കാര്യമുണ്ട്. അടുത്തൊരു കാര്യം എന്താണ്? ശ്രീരാമ അവതാരം രാവണ ലക്ഷ്യം മാത്രമായിരുന്നു. ശ്രീരാമൻ്റെ അവതാര ലക്ഷ്യം എന്ന് പറയുന്നത് രാവണ നിഗ്രഹം മാത്രമാണ്. മറ്റെല്ലാം ശ്രീരാമ കഥയോട് അനുബന്ധിച്ചു വരുന്ന മറ്റെല്ലാ കാര്യങ്ങളും ഈ അവതാര ലക്ഷ്യത്തിൻ്റെ അനുബന്ധങ്ങൾ മാത്രമാണ്. അതിനുള്ള ഒരുക്കങ്ങൾ മാത്രമാണ്. അതാണ് കൈകേയിയെ കൊണ്ട് ഇങ്ങനെ ഒന്ന് പറയിപ്പിക്കുന്നത്, മന്ധരയെ കൊണ്ട് ഓർമ്മിപ്പിക്കുന്നത്, കാനനവാസം എന്ന് പറയുന്ന ഒരു അവസ്ഥയെ അവിടെ കൊണ്ടുവരുന്നത്, ശൂർപ്പണഖ വരുന്നത്. എല്ലാം കണക്റ്റഡായി പോകുന്നത് രാവണ നിഗ്രഹം എന്ന ലക്ഷ്യത്തിലേക്ക് രാമാവതാരത്തിൻ്റെ യാത്ര മാത്രമാണ്. അപ്പോൾ അതാണ് അതിൻ്റെ അന്തർധാരയായി ആ അവതാരത്തിൻ്റെ അവതാര കഥയുടെ അന്തർധാര എന്ന് പറയുന്നത് അത് മാത്രമാണ്. ബാക്കിയെല്ലാം അതിനനുസരിച്ചുള്ള ഒരു ഒരുക്കങ്ങൾ മാത്രമാണ്. ലക്ഷ്യം നിറവേറ്റിയാൽ അവതാരത്തോടൊപ്പം മറ്റുള്ളവരും പിൻവാങ്ങിയിരിക്കണം. ലക്ഷ്യം നിറവേറ്റിക്കഴിഞ്ഞാൽ അവതാരത്തോടൊപ്പം മറ്റുള്ളവരും പിൻവാങ്ങിയേ പറ്റൂ. അതായത് അവതാരത്തിൻ്റെ അന്തസത്ത മനസ്സിലാകാത്തവർ ഇതെടുത്ത് വെച്ച് ഇങ്ങനെ ചർച്ച ചെയ്യും. അതാണ് രാമായണത്തെക്കുറിച്ച് കൂടുതൽ വിമർശനാത്മകമായ ചർച്ചകൾ സംഭവിക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വിമർശനാത്മകമായ ചർച്ച നടക്കുന്നത് രാമായണത്തെ കൈകാര്യം ചെയ്തുകൊണ്ടാണ്. ഒരുപാട് ചർച്ചകൾ. അതിൽ പ്രധാനമായിട്ടും വരുന്നത് ഗർഭിണിയായ സീതയെ കാട്ടിലേക്ക് അയച്ചു. എന്തൊരു സങ്കല്പമാണ് രാമൻ എന്ന് പറയുന്നത്. മാനുഷിക അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെ വിമർശനാത്മകമായി ചർച്ച ചെയ്യുന്നത് മാനുഷിക അവസ്ഥയിൽ നിന്നുകൊണ്ട് കാണുമ്പോഴാണ്. അതായത് സീതയെ കാട്ടിൽ ഉപേക്ഷിച്ചു, അതായത് ഭാര്യയെ കാട്ടിൽ ഉപേക്ഷിച്ചു ശ്രീരാമൻ, അതും ഗർഭിണിയായ ഭാര്യയെ. എത്ര പാതകമായൊരവസ്ഥയാണ് എന്ന് മാനുഷികമായ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഈ ചർച്ച ചെയ്യുന്നത്. ഇതേക്കുറിച്ചൊക്കെ ധാരാളം ചർച്ചകൾ ഇങ്ങനെ അക്കാഡമിക് ലെവലിൽ ചർച്ച ചെയ്തിട്ടുണ്ട് ഈ ഒരു സബ്ജക്റ്റ് എടുത്തു വെച്ചിട്ട്. കാര്യം നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളുടെ
ദുർബലത എന്ന് പറഞ്ഞാണ് ഇതൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പോൾ ശ്രീരാമൻ ഗർഭിണിയായ ഭാര്യ സീതയെ കാട്ടിൽ ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ ലക്ഷ്മണനോട് പറഞ്ഞിട്ട് ഉപേക്ഷിച്ചു, കൊണ്ട് കളയാൻ പറഞ്ഞു. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമാണോ യഥാർത്ഥത്തിൽ ഈശ്വരീയമായ സങ്കല്പത്തിൽ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള തരത്തിലാണ് ഈ ചർച്ച പോകുന്നത്. അതേസമയം ഈ ചർച്ചയുടെ ചെയ്യുന്നവർ മറ്റൊന്ന് മറന്നും പോയി. എന്താണ് മറന്നുപോയത്? ശ്രീരാമൻ രാവണ നിഗ്രഹത്തിന് കൂടെ കൂട്ടിയത് മനുഷ്യരേ അല്ല, സാക്ഷാൽ കുരങ്ങന്മാരെ മാത്രമാണ്. അപ്പം അതെങ്ങനെ ശരിയാവും? സീതയെ രാജ്യഭാരം ഏറ്റെടുത്ത ശേഷമുള്ള ശ്രീരാമനെയാണ് വിമർശിക്കുന്നതെങ്കിൽ, രാജ്യഭാരം ഏൽക്കുന്നതിനു മുമ്പ് സീത അന്വേഷണത്തിനിറങ്ങുന്ന രാമൻ്റെ അവസ്ഥയെ എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? അവിടെ ഈ വാനരന്മാരെയാണ് കൂട്ടുപിടിച്ചത് എന്ന് പറയുന്നിടത്ത് എങ്ങനെയാണ് ഈ വിമർശകർ കാണുന്നത്? വാനരന്മാരെ കൂട്ടുപിടിച്ച ശ്രീരാമനും സീതയെ ഉപേക്ഷിച്ച ശ്രീരാമനും രണ്ടു തരം ശ്രീരാമന്മാർ. അപ്പൊ വാനരന്മാരെ കൂട്ടുപിടിച്ച ശ്രീരാമനെ എങ്ങനെയാണ് കാണുന്നത്? സീതയെ ഉപേക്ഷിച്ച ശ്രീരാമനെ എങ്ങനെയാണ് കാണുന്നത്? അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ ശ്രീരാമനെ മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ടാണ് സീതയെ ഉപേക്ഷിച്ച ശ്രീരാമനെ ഒരു വിമർശനാത്മക ഒരു കഥാപാത്രമായിട്ട് എടുക്കുന്നത്. പക്ഷെ വാനരന്മാരെ കൂട്ടുപിടിച്ച ശ്രീരാമൻ ഒരിക്കലും തർക്ക വിഷയമാകുന്നതേയില്ല. അവിടെയാണ് ആ വിഷയത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നത്. അതാണ് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ശ്രീരാമകൃഷ്ണദേവൻ അതാണ് മാസ്റ്റർ മഹാശയൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ഇവിടെ രാവണ നിഗ്രഹം എന്ന അവതാരോദ്ദേശമാണ് ശ്രീരാമൻ എന്ന അവതാരത്തിൻ്റെ മുന്നിലുള്ളൂ. ആ അവതാരോദ്ദേശത്തിന് വേണ്ടി കൂടെ കൂട്ടിയ സന്നാഹങ്ങൾ മാത്രമാണ് ബാക്കി മുഴുവനും. അതെല്ലാം അവതാര ഉദ്ദേശം തീരുന്നതോടുകൂടി അവസാനിക്കുകയും ചെയ്യും. അതായത് രാവണ നിഗ്രഹത്തോടുകൂടി അവതാര ഉദ്ദേശം അവസാനിക്കുകയാണ്. ബാക്കിയെല്ലാം ഇനി പിൻവാങ്ങലാണ്. ഓരോരുത്തരായിട്ട് ഇനി പിൻവാങ്ങാൻ പോവുകയാണ്. ഈ അവതാര ഭൂമികയിൽ നിന്ന് ഓരോരുത്തരായിട്ട് ഇനി പിൻവാങ്ങാൻ പോവുകയാണ്. അപ്പം അങ്ങനെ വേണം ആ വിഷയത്തെ നമ്മൾ സമീപിക്കാൻ. അതല്ലാതെ ലൗകിക മനുഷ്യൻ്റെ കാമനയും വാസനയും അനുസരിച്ച കണ്ണുകൊണ്ട് ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിച്ചെന്നോ, ഗർഭിണിയായ ഭാര്യയെ ഉപേക്ഷിച്ചെന്നോ, കാട്ടിൽ ഉപേക്ഷിച്ചെന്നോ, അങ്ങനെയല്ല. ആ കാമനയും വാസനയുമുള്ള മനുഷ്യരുടെ കണ്ണുകൊണ്ടല്ല ഇത്തരം അവതാരങ്ങളെ കാണേണ്ടത് എന്ന് മാസ്റ്റർ മഹാശയന് നൽകുന്ന പാഠം. അതായത് ഇത്തരം ഇത് യഥാർത്ഥത്തിൽ ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ കഥയെ, രാമായണ കഥയെ നമ്മൾ എടുക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു ഘടനയനുസരിച്ച് ചിന്തിച്ചു നോക്കിയാൽ, ഇപ്പോൾ രാമായണ കഥ എന്ന് പറയുന്നത് ഒരു ഫിക്ഷനാണോ അതോ ഒരു നോൺ ഫിക്ഷനാണോ എന്ന് നമുക്ക് ആലോചിക്കാൻ പറ്റും. രാമായണവും ഭാരതവും വേണമെങ്കിൽ ഒരു ഫിക്ഷനാണെന്ന് നമുക്ക് പറയാം, ഒരു ഫിക്ഷൻ്റെ ഗണത്തിൽപ്പെടുത്താം. അതായത് സാങ്കല്പികമായ അവസ്ഥയിൽ വരുന്ന ഒരുപാട് ഘടനകൾ ചേർത്തിണക്കിയ ഒന്നിനെയാണ് ഫിക്ഷൻ എന്ന് പറയുക. സാങ്കല്പികമായ സന്ദർഭങ്ങളെയും കഥാഘടനയെയും കോർത്തിണക്കിക്കൊണ്ട് നമ്മളെ ഉദ്വേഗം ജനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു രചനാ കൗശലമാണ് ഫിക്ഷൻ എന്ന് പറയുന്നത്. അതേസമയം നോൺ ഫിക്ഷൻ എന്ന് പറയുമ്പോൾ ചരിത്രപരമായി അതിന് ചില തെളിവുകൾ കൂടെ ഉണ്ടാകും, ചരിത്രത്തിൻ്റെ സപ്പോർട്ട് കൂടെ കാണും. പക്ഷേ ഇപ്പം രാമായണമായാലും മഹാഭാരതമായാലും ഫിക്ഷനാണോ നോൺ ഫിക്ഷനാണോ എന്ന് നമുക്ക് വേർതിരിക്കാൻ പറ്റില്ല. കാര്യം ഇതിൽ പറയുന്ന കഥാസന്ദർഭങ്ങളെ ഫിക്ഷനാണെന്ന് ചിന്തിച്ചാൽ ആ കഥ നടന്ന സ്ഥലങ്ങൾ നോൺ ഫിക്ഷനാണ്. കാര്യം അത്
തെളിവ് സഹിതം മുന്നിലുള്ള സ്ഥലങ്ങളാണ്. ചരിത്രപരമായി ഇന്ന് മുന്നിലുള്ളതാണ്, യാഥാർത്ഥ്യത്തോടെ മുന്നിൽ കാണുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അത് നോൺ ഫിക്ഷൻ ആണോ ഫിക്ഷൻ ആണോ എന്ന് നമുക്ക് തിരിച്ചറിയാം. അതുകൊണ്ടാണ് ഇത്തരം ഈ വിമർശനം രാമായണത്തെയും മഹാഭാരതത്തെയും അല്ലെങ്കിൽ ഈ അവതാര പുരുഷന്മാരെയും എല്ലാം വിമർശിക്കുന്നവരുടെ പ്രശ്നം, അവർ ഇത് ഫിക്ഷൻ നോൺ ഫിക്ഷൻ എന്നുള്ള തലത്തിലുള്ള പഠനമാണ്, സോക്കോൾഡ് പഠനം, അക്കാഡമിക് പഠനം. ആ അക്കാഡമിക് പഠനത്തിൻ്റെ പിൻബലത്തിലാണ് ഇത്തരം പൗരാണിക സന്ദർഭങ്ങളെ അല്ലെങ്കിൽ കഥാഘടനകളെ സമീപിക്കുന്നത്. അങ്ങനെ സമീപിക്കുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ അവതാര കഥകളുടെ ആത്മസത്ത, അന്തസത്ത എന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത്. അപ്പോൾ എപ്പോഴും അത്തരം തിരിച്ചറിവില്ലായ്മ, ഇത്തരം നമ്മുടെ പൗരാണിക അവതാര കഥകളെക്കുറിച്ചുള്ള തിരിച്ചറിവില്ലായ്മ മാസ്റ്റർ മഹാശയൻ്റെ ഉള്ളിൽ നിന്ന് പാടയെ നീക്കം ചെയ്യുന്നതിനാണ് ഭഗവാൻ ഈ ശ്രീരാമൻ്റെ കഥ ഇവിടെ അവതരിപ്പിച്ചത്. അതായത് രാമായണത്തിൽ ഭഗവാൻ അത് പൂർണ്ണമായിട്ടത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. രാമായണത്തെ വെച്ചിട്ട് രാമായണത്തിൽ രാമനെ കൂടാതെ പ്രധാനമായ കഥാപാത്രമായി വരുന്നത് രാവണനാണ്. അപ്പോൾ ഇവിടെ ഇതേക്കുറിച്ച് കൂടുതൽ ബോധമില്ലാതെ പോകുന്നത് കൊണ്ടാണ് ഈ രാമായണത്തിൻ്റെ അന്തസത്ത എന്താണെന്ന് നമുക്ക് മനസ്സിലാകാതെ പോകുന്നത്. അപ്പോൾ ഭഗവാൻ ഇവിടെ അതിനെക്കുറിച്ച് വിവരിക്കുമ്പോൾ പറയുന്നത് എന്താണ്? രാവണനും കുംഭകർണനും, അതാണ് രാമാവതാരത്തിൽ രണ്ടുപേർ. രാമാവതാരത്തിൻ്റെ ലക്ഷ്യം രാവണ നിഗ്രഹം. അവിടെ രണ്ട് കഥാപാത്രങ്ങളാണ് വരുന്നത്, രാവണനും കുംഭകർണനും. രാമാവതാരത്തിന് മുൻപും ഇതേപോലെ സംഭവിച്ചിട്ടുണ്ട്. അന്ന് വന്നത് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവുമാണ്. അത് രാമാവതാരത്തിന് മുമ്പ് ഉള്ള കാലത്ത് ഉണ്ടായിരുന്ന രണ്ട് കഥാപാത്രങ്ങളാണ്. ഇതേയും നിഗ്രഹിക്കപ്പെട്ടവരാണ്. ഇവിടെ രാവണനും കുംഭകർണനും നിഗ്രഹിക്കപ്പെടുന്നു. ഇതിനു മുമ്പുള്ള അവതാരകാലത്ത് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും നിഗ്രഹിക്കപ്പെടും. ഇനി ശ്രീകൃഷ്ണാവതാരം അടുത്ത് വരാൻ പോകുന്ന ദ്വാപരയുഗത്തിലേക്ക് കടക്കുമ്പോൾ ഇനി വരാൻ പോകുന്ന ശ്രീരാമ അവതാരത്തിന് ശേഷം വരുന്ന ശ്രീകൃഷ്ണ അവതാരത്തിലും ഇതേ രണ്ടുപേർ വീണ്ടും കടന്നു വരുന്നു. അവിടെ കംസനും ശിശുപാലനുമായിട്ടാണ് കടന്നു വരുന്നത്. അത് ഭഗവാൻ ഇവിടെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നു. ഇതിവിടെ മഹാവിഷ്ണുവിൻ്റെ പാർഷദന്മാരായ കാവൽക്കാരായി മാറിയ ജയവിജയന്മാരാണ് ഇതെല്ലാം ഓരോ ഘട്ടത്തിൽ കടന്നു വരുന്നവർ. അവർക്ക് ലഭിച്ച ഒരു ശാപത്തിൻ്റെ ഫലത്തിൽ നിന്ന് മോചനമായിരുന്നു ഓരോ ഘട്ടത്തിൽ 3 തവണ അവർ ജനിക്കേണ്ടി വരിക എന്നുള്ളത്. അപ്പം ആ ശാപം, സനൽകുമാരന്മാരുടെ ശാപം, ബ്രഹ്മാവിൻ്റെ പുത്രന്മാരായ സനൽകുമാരന്മാരുടെ ശാപമേറ്റ് 3 തവണ ഭൂമിയിൽ ജനിക്കേണ്ടി വരിക. ഈ 3 തവണയും ഭഗവാൻ തന്നെ അവതരിച്ച് അവരെ മോക്ഷത്തിലേക്ക് കൊണ്ടുവരിക. ഈ ഒരു തത്വത്തെ ബോധ്യപ്പെടാതെ നമ്മൾ അവതാര കഥകളെ സമീപിക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ആ ഈശ്വരീയ സാക്ഷാത്കാരത്തിൻ്റെ ആ പൂർണ്ണമായ ആനന്ദമയ സ്വരൂപത്തെ നമുക്ക് മനസ്സിലാക്കാതെ പോകും. അപ്പം ഈ ഒരു അടിസ്ഥാനം വെച്ചുകൊണ്ടാണ് മാസ്റ്റർ മഹാശയൻ നമുക്ക് വേണ്ടിയിട്ട് ശ്രീരാമകൃഷ്ണദേവനെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പേ നേരത്തെ പറഞ്ഞ പോലെ ഈ തർക്കം, രാമൻ സീത എന്ന് പറയുന്ന തർക്കം, ഇതിന് കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാൻ വളരെ വ്യക്തമായി പറഞ്ഞതാണ്. രാമനും സീതയും എന്ന രണ്ടില്ല. രാമനും സീതയും എന്ന് പറഞ്ഞ രണ്ടവസ്ഥയില്ല, അത് രണ്ടും ഒന്ന് തന്നെയാണ്. രാമൻ സീത എന്ന് പറയുന്നത് ഒരേ ഈശ്വരീയ സങ്കല്പത്തിൻ്റെ 2 ഭാവങ്ങൾ മാത്രമാണ്, അത് ഒന്ന് തന്നെയാണ്. അപ്പം അവതാര ഉദ്ദേശം കഴിയുമ്പോൾ ആ രണ്ടിൻ്റെയും ആ സ്വധാമത്തിലേക്കുള്ള പിന്മാറ്റമാണ് കാണേണ്ടത്.
ഇത് നമ്മെ ബോധ്യപ്പെടുത്തി തരികയാണ് ശ്രീരാമകൃഷ്ണാവതാരം നമുക്ക് പറഞ്ഞു തരിക. കാരണം ഇത്തരം ആധുനിക കാലത്ത് അല്ലെങ്കിൽ ഈ കലിയുഗത്തിൽ ഇത്തരം ചർച്ചകൾ ഉണ്ടാകുമ്പോൾ ആ ചർച്ചകളിൽ പെട്ട് ഉത്തരം കിട്ടാത്ത ഒരവസ്ഥ നമ്മെപ്പോലുള്ളവർക്ക് ഉണ്ടാകാതെ വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ശ്രീരാമകൃഷ്ണ അവതാരത്തിലൂടെ ഇതെല്ലാം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. പണ്ട് ഇതൊക്കെ അതായത് പൂർവ്വകാലങ്ങളിൽ ഇതൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ മഹാമുനിമാരുണ്ടായിരുന്നു ലോകത്തിൽ. അവർ തപസ്സു ചെയ്തത് ഇത്തരം ഈശ്വരീയ സങ്കല്പങ്ങളുടെ ആ സാക്ഷാത്കാരത്തെ ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയാണ് മഹാമുനിമാർ തപസ്സു ചെയ്തത്. അപ്പം തോന്നും മഹാമുനിമാർ കാട്ടിലിരുന്ന് തപസ്സ് ചെയ്താൽ നമുക്കെങ്ങനെയാണ് ഇതിൻ്റെ മോക്ഷം കിട്ടുക, അല്ലെങ്കിൽ നമുക്കെങ്ങനെയാണ് ഇതിൻ്റെ പ്രയോജനം കിട്ടുക? മുനിമാർ, ശ്രീരാമകൃഷ്ണദേവൻ തന്നെ പറയുന്നുണ്ട്, മുനിമാർ കാട്ടിൽ രാവിലെ മുതൽ രാത്രി വരെ തപസ്സു ചെയ്താൽ, ഈ പകൽ മുഴുവനും അവർ തപസ്സു ചെയ്യുന്നു. അപ്പോൾ അവരെത്ര ത്യാഗമാണ് സഹിക്കുന്നത്. അവരിത് ലോകത്തിന് പറഞ്ഞു കൊടുക്കാനൊന്നും ഇറങ്ങി വന്ന് പ്രിൻ്റർ ആൻഡ് പബ്ലിഷറെ കണ്ടുപിടിച്ചിട്ട് ഇതൊക്കെ പുസ്തകമാക്കിയൊന്നും പ്രസിദ്ധീകരിച്ചിട്ടൊന്നുമില്ല. ഒരു മഹാമുനിയും ഇത് പ്രസിദ്ധീകരിച്ചിട്ടില്ല. അവർ കാനനവാസത്തിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടേയില്ല. അവർ ഗിരിശൃംഗങ്ങളിലോ അല്ലെങ്കിൽ ഘോര വനാന്തരങ്ങളിലോ നദീതീരങ്ങളിലോ ഇരുന്ന് കഠിനമായ തപസ്സു മാത്രമാണ് അവർ ചെയ്തത്. ഈ തപസ്സിൻ്റെ അനുരണനങ്ങളാണ് ലോകത്തിന് പിന്നീട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഭൂമിയിലേക്ക് പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നത് ഈ തപസ്സിൻ്റെ അനുരണനങ്ങളാണ്. ആ അനുരണനങ്ങൾ അല്ലെങ്കിൽ ഈ തപശക്തിയുടെ ഫലമാണ് നാം ഇവിടെ ഈ ഭൂമിയിൽ സ്വതന്ത്രമായി ജീവിക്കാൻ പര്യാപ്തമായി തീരുന്നത്. അതായത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ സ്വാധീനം മുഴുവൻ, ഈ മഹാമുനിമാർ ചെയ്തത് എന്താണ്? അവർ പഞ്ചേന്ദ്രിയങ്ങളുടെ സ്വാധീനം മുഴുവനും ഇല്ലാതാക്കി. കാര്യം അവർക്ക് ഗന്ധമില്ല, രസമില്ല, സ്പർശമില്ല, ഇങ്ങനെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുള്ള ഒന്നും തന്നെ അവർക്കില്ല. അതുകൊണ്ട് അവർക്ക് ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ രസങ്ങൾ ഒരിക്കലും അവരുടെ മനസ്സിനെ കീഴടക്കുന്നതേയില്ല. അവർക്ക് ഒരേ ഒരു ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരം മാത്രം, ഈശ്വര സങ്കല്പം മാത്രം. നേരത്തെ നമ്മൾ ഇവിടെ പറയാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞ അതേ കാമന കൊണ്ടോ വാസന കൊണ്ടോ, കാമനയും വാസനയും പഞ്ചേന്ദ്രിയങ്ങളുടെ സൃഷ്ടിയാണ്. നമുക്ക് കാമനയും വാസനയും ഉള്ളത് പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രവർത്തനം കൊണ്ടാണ്. അവരെ സംബന്ധിച്ച് ഈ കാമനയും വാസനയും പ്രവർത്തിക്കുന്നതേയില്ല. അവർ ആ തപസ്സിൻ്റെ ഫലം, ആ തപസ് ഈശ്വര സാക്ഷാത്കാരം എന്ന തപസ്സിൽ അടിയുറച്ചു നിൽക്കുകയാണ് അവർ ചെയ്യുന്നത്. അതായത് സുഖവും സ്വാതന്ത്ര്യവും ആശ്വാസവും എല്ലാം അവർ ഇതെല്ലാം തന്നെ അവരുടെ തപസ് എന്ന ഒരു ഘടനയിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അവരാരും നമുക്ക് നേരിട്ട് വന്ന് ഒന്നും തന്നിട്ടില്ല. പക്ഷെ ഇതെല്ലാം നമ്മൾ അനുഭവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആ തപസ് ചെയ്ത ആ മുനിമാരുടെ തപസ്സിൻ്റെ ഫലം തന്നെയാണ് ഒരുപക്ഷെ ഈ സന്ധ്യയിലിരുന്ന് നമ്മൾ ആ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത്. അല്ല നമ്മൾ തപസ് ചെയ്തിട്ടാണോ? അല്ലെങ്കിൽ നമ്മൾ ഈ മുനിമാർ ആലോചിച്ച് നോക്കണം. ഈ മഹാമുനിമാർ ത്യാഗമനുഭവിച്ച് പഞ്ചേന്ദ്രിയങ്ങളുടെ മുഴുവൻ സ്വാധീനങ്ങളെയും അടക്കി തപസ് ചെയ്ത് നേടിയെടുത്ത അറിവും അതുകൊണ്ടുണ്ടായ ആ ഈശ്വര സാക്ഷാത്കാരത്തിലേക്കുള്ള മാർഗങ്ങളുമെല്ലാം എത്ര ത്യാഗം സഹിച്ചിട്ടാണ് അവർ ഇതിൻ്റെ ഓരോന്നും മനസ്സിലാക്കാൻ ശ്രമിച്ചത്. ഈ വൈകുന്നേരം ഇവിടെ ഇരുന്ന് നമ്മൾ ഈ മൊബൈലിൻ്റെ മുമ്പിലിരുന്നുകൊണ്ട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഇതിനു വേണ്ടി ഈ വെളിപാടുകൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു ചെറുവിരൽ അനക്കിയിട്ടുണ്ടോ? നമ്മുടെ മുമ്പിലേക്ക് ഇത് പരിഭാഗപ്പെട്ട ഒരു വസ്തുവായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കിട്ടിയിരിക്കുകയാണ്. ഒരു പരിശ്രമവും ഇല്ലാതെ, ഒരു തരത്തിലുള്ള ത്യാഗവും അനുഭവിക്കാതെ, ഒരു തരത്തിൽ ഈ പറഞ്ഞ കാട്ടിലും മേട്ടിലും തണുപ്പിലും ഭൗതിക സുഖങ്ങളെല്ലാം വെടിഞ്ഞ്
ഒരേ തപസ്സനുഭവിച്ച ആ മഹാമുനിമാരുടെ ഫലം നമ്മൾ ഇവിടെ ഇരുന്ന് ആ വിഷയത്തെ ചർച്ച ചെയ്യാൻ പരിഭാഗമായ വിധത്തിൽ നമ്മുടെ മനസ്സ് പരിഭാഗമായി. അങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യാനുള്ള പരിഭാഗം നമ്മൾ നേടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതേക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ നമ്മുടെ ഈ സന്ദർഭത്തിൽ നമുക്ക് സാധ്യമാകുന്നുവെങ്കിൽ അതിനുവേണ്ടി എന്തെങ്കിലും ഒരു ത്യാഗം നമ്മൾ അനുഭവിച്ചിട്ടേ ഇല്ല. എന്നിട്ടും അത് നമുക്ക് ലഭ്യമാകുന്നു. അത് ശ്രീരാമകൃഷ്ണദേവൻ മാസ്റ്റർ മഹാശയനിലൂടെ നമുക്ക് കൊണ്ടുതരും. ഈ ഇത്രയും കാലം കഴിഞ്ഞിട്ടും ആ ഉപദേശങ്ങളെല്ലാം പ്രിന്റ് ചെയ്ത് ഭംഗിയായി പാക്ക് ചെയ്ത് അത് മുഴുവൻ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് നമ്മൾ നമ്മുടെ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി ഇരുന്ന് അത് വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും. അത്രയും സൗകര്യം നമുക്ക് ഒരുക്കി തന്നു. ഒരു മഞ്ഞും മഴയും നമുക്ക് കൊള്ളണ്ട, ഒരു മരവുരിയും ഉടുക്കണ്ട, ഒരു നിരാഹാരവും അനുഭവിക്കണ്ട, ഒരു ഭയം, ഈ പ്രകൃതി ശക്തികളിൽ നിന്നുള്ള ഒരു ഭയവും നമുക്ക് ആവശ്യമില്ല. സുഖലോലുപരായി നമ്മൾ ഇതെല്ലാം ഈ അമൃതം മുഴുവൻ, ഈ വചനാമൃതം മുഴുവൻ നമ്മൾ ഇങ്ങനെ പാനം ചെയ്യുക, ഒരു ബുദ്ധിമുട്ടുമില്ല. ആകെ ഒരു ബുദ്ധിമുട്ടുള്ളത് നമ്മൾ ഇതൊന്ന് വായിക്കണമെന്നുള്ള ഒരൊറ്റ ബുദ്ധിമുട്ടേ ഉള്ളൂ. അതിനുവേണ്ടി നമ്മുടെ ഈ ആയുസ്സിലെ കുറച്ച് സമയം നമ്മൾ മാറ്റിവെക്കണമെന്ന് മാത്രം. അത്രേ നമുക്കിതിനകത്ത് ത്യാഗമുള്ളൂ. ഈ മഹാമുനിമാർ ചെയ്ത ഒരു ത്യാഗവും നമുക്ക് ആവശ്യമില്ല. അതാണ് മാസ്റ്റർ മഹാശയന്റെ മുന്നിൽ ഭഗവാൻ അവതരിപ്പിച്ചു കൊടുത്തത്. അപ്പോൾ മാസ്റ്റർ മഹാശയനെ ബോധ്യപ്പെടുത്തുന്നതാണ് എത്രയാണ് ആ ശ്രീരാമകൃഷ്ണ അവതാരത്തിൽ മാസ്റ്റർ മഹാശയന്റെ റോൾ എന്താണെന്ന് പൂർണ്ണമായി ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് പോലെയാണ് ഭഗവാൻ ഈ ഓരോ സന്ദർഭങ്ങളെയും മാസ്റ്റർ മഹാശയന് പറഞ്ഞു കൊടുക്കുന്നത്. അത് പറഞ്ഞു കൊടുത്തത് കൊണ്ട് ഭഗവാൻ ഒരേ ഒരു മാസ്റ്റർ മഹാശയനെ മുന്നിലിരുത്തിക്കൊണ്ട് ഇത് പറഞ്ഞു കൊടുത്തത് കൊണ്ട് നമ്മളെപ്പോലുള്ള എത്രയോ പേരിലേക്ക് ആ താല്പര്യമുള്ളത് കൊണ്ട് ആ വാക്കുകൾ അതേപടി നമ്മുടെ കയ്യിലെത്തുന്നു. അത് നമ്മൾ ചർച്ച ചെയ്യാൻ നമുക്കുള്ളൊരു സന്മനസ്സുണ്ടാകുന്നു. നമ്മൾ പരസ്പരം അത് ചർച്ച ചെയ്യുന്നു. അതാണ് ഈശ്വരീയ കൃപയുടെ ഏറ്റവും വലിയ തെളിവ്. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. നമസ്തേ 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 നമസ്തേ.